ശശികല ടീച്ചർ. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത വൈക്കം മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുകയാണ്. 233 ഗ്രാമിലേറെ സ്വർണ്ണമാണ് കാണാതെയായിരിക്കുന്നത്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ച സ്വർണം കാണാനില്ല ടീച്ചർ. എന്തായാലും നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തയാണ്. മഹാദേവ ക്ഷേത്രത്തിലും സ്വർണ്ണക്കൊള്ള എന്ന് പറയുമ്പോൾ അത് ഭക്തരുടെ മനസ്സിലുണ്ടാക്കുന്ന വിഷമം ചെറുതല്ല. എന്തായാലും ഭക്തർ ഈ വിഷയത്തിൽ സംഘടിക്കുമെന്നാണ് BJP പ്രതികരിച്ചിരിക്കുന്നത്. ടീച്ചർ, എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഇതിപ്പോ ശബരിമലയിലോ അല്ലെങ്കിൽ വൈക്കത്തോ അല്ലെങ്കിൽ ബാലുശ്ശേരിയിലോ അങ്ങനെയുള്ള ഏതാനും ചില ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത്. കാരണം വിശ്വാസമില്ല എന്ന് വിളംബരം ചെയ്തവർ, വിശ്വാസത്തെ നശിപ്പിക്കലാണ് ജന്മദൗത്യം എന്ന് പ്രതിജ്ഞയെടുത്തവര്, സനാതനമായ ഏത് മൂല്യങ്ങളെയും ആചാരങ്ങളെയും പ്രതീകങ്ങളെയും ഒക്കെ തന്നെ അപമാനിക്കാനും അവഹേളിക്കാനും ലംഘിക്കാനും പരിശ്രമിക്കുന്നവര്, അതിന്റെ സംരക്ഷകരായി വരുന്നത് സതുദ്ദേശത്തോടു കൂടി ആകില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇത് നന്നാക്കാം എന്ന് വിചാരിച്ചായിരിക്കില്ല. അപ്പൊ കോഴിക്കോടിന്റെ താക്കോല് കുറുക്കൻ ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ കോഴികളെ സംരക്ഷിക്കാം എന്നുള്ള ധാരണയിലായിരിക്കില്ലല്ലോ അത് വരിക. അപ്പൊ ആ കോഴിക്കോടിന്റെ താക്കോല് കിട്ടിയ കുറുക്കന്റെ മനസ്സോടെ തന്നെയാണ് ഇവിടുത്തെ പ്രത്യേക രാഷ്ട്രീയ പാർട്ടികൾ, അത് ഏതുമായിക്കൊള്ളട്ടെ, കേരളം ഇതുവരെ ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം തന്നെ സനാതന ധർമ്മത്തോടുള്ള അവരുടെ രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരിതിന്റെ ഭരണം ഏറ്റെടുക്കുന്നത് ഇത് കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് പരമാവധി കൊള്ളയടിക്കാമെന്നും അതിലൂടെ ആ കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ വിശ്വാസത്തെയും ആചാരത്തെയും ഒക്കെ ഇല്ലാതാക്കാമെന്ന താല്പര്യത്തോടു കൂടി തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജനം വളരെ ശക്തമായി തന്നെ, നമ്മള് ലോക ചരിത്രത്തിൽ വിപ്ലവങ്ങൾ പലതും പഠിച്ചിട്ടുണ്ട്. അവിടെ യഥാർത്ഥത്തിൽ നടക്കേണ്ടുന്ന ഒരു സ്ഥലവും സമയവും ഇപ്പോഴാണ് എന്ന് എനിക്ക് തോന്നുന്നു. വിപ്ലവം ആരുടെയും കുത്തകയൊന്നുമല്ല, പെട്ടെന്നുള്ള മാറ്റങ്ങളാണ്. ഇവിടെ പെട്ടെന്നൊരു മാറ്റം അനിവാര്യമാണ്. അത് ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭത്തോടു കൂടിയേ നടക്കുന്നുവെങ്കിൽ അതിന് ജനങ്ങൾ തയ്യാറാകണം. എല്ലാ ക്ഷേത്രങ്ങളുടെയും മുതലുകളുടെ ഒരു കണക്കെടുപ്പ് നടക്കണം. എന്താണുള്ളത്, എന്താണ് പോയിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയണം. ഈ രാഷ്ട്രീയക്കാരുടെ കയ്യിൽ നിന്ന് ക്ഷേത്രം വന്നു നമുക്കിങ്ങനെ ദിവസേന നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടത്തക്ക വിധത്തിൽ ഓരോ വാർത്ത കേൾക്കുമ്പോഴും നമ്മളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥത, അത് ഭക്തരായാലും ഇത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഓരോ വാർത്ത കേൾക്കുമ്പോഴും അത് ഉള്ളിലൊരു ആന്തലാണ് ഉണ്ടാക്കുന്നത്. ദൈവമേ, എന്താണ് ക്ഷേത്രങ്ങളിൽ നടക്കുന്നത്, എന്താണ് ഭക്തരുടെ അവസ്ഥ, ഇതൊക്കെ കേൾക്കുമ്പോൾ അത് അതൊരു ആന്തല് അതുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഇതിനി അധികകാലം തുടർന്നു പോകാൻ സാധ്യമല്ല. ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ കയ്യിൽ നിന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. ദേവസ്വം ബോർഡ് എന്ന സംവിധാനമേ പിരിച്ചുവിടണം. അത് ഭക്തരുടേതായ വിധത്തിൽ, ഭക്തർക്ക് അതിന് പരിപൂർണമായ അധികാരം ഭക്തർക്കാകുന്ന വിധത്തിൽ, അതിന് ആര് തന്നെ കൈകാര്യം ചെയ്താലും അതിനൊരു നയാ പൈസ എടുക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണങ്ങളുമായിട്ട് ഈ ദേവസ്വം ബോർഡ് എന്ന സംവിധാനത്തെ അടിമുടി ഉടച്ചു വാർക്കണം. കേരളത്തിലെ ഭരണകൂടങ്ങൾക്കോ രാഷ്ട്രീയക്കാർക്കോ അതിനകത്ത് ഒരു പങ്കും വഹിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിയമനിർമ്മാണം നടത്തിയില്ല എങ്കിൽ ഇത് തുടർക്കഥകളാകും. മഹാക്ഷേത്രങ്ങളിൽ എന്തുമാത്രം ശ്രദ്ധയാണ് ക്ഷേത്രങ്ങൾ, അത്രയും ഭക്തർ ചെല്ലുന്നു. ഒടുങ്ങിയ മൂലകളിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ നാട്ടിലെ 4 ആള് പറഞ്ഞ ക്ഷേത്രങ്ങളിൽ നടക്കണ ഭണ്ണാരം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥയല്ല ഇത് കാണുന്നത്. ഇത് എന്നും ഭക്തരുടെ തിരക്കുള്ള ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ നടത്തിയില്ല എങ്കിൽ ജനങ്ങൾ ക്ഷേത്രങ്ങളിൽ പണം അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സമ്പത്ത് കൊടുക്കാൻ ജനങ്ങൾ മടിക്കുന്ന ഒരവസ്ഥ വരും. ഇവരാഗ്രഹിക്കുന്നതും അതാണ്. കാരണം ഒരു കാലത്ത് ക്ഷേത്രങ്ങൾക്ക് നറുക്കല നേദ്യത്തിന് പോലും വഴിയില്ലേ ഈ നിയമങ്ങളിലൂടെ ഭൂപരിഷ്കരണം നടത്തിയിട്ട് നറുക്കല നേദ്യത്തിന് പോലും വഴിയില്ലാതെ കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും പൂജ മുടങ്ങി. ആ പൂജ മുടങ്ങിയത് വിശ്വാസം മുടങ്ങിയിട്ടല്ല, പൂജിക്കാനുള്ള വഴിയില്ലാത്തതുകൊണ്ടാണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും പൂജ മുടങ്ങിപ്പോയത്. 10,000-10,000 പറ പാട്ടം പിരിഞ്ഞിരുന്ന ക്ഷേത്രങ്ങളിലാണ് നറുക്കലയിൽ നേദ്യം കൊടുക്കാൻ പച്ചരി മേടിച്ച്, റേഷൻ കടയിൽ നിന്ന് പച്ചരി മേടിച്ച് അല്ലെങ്കിൽ നേദ്യം കൊടുക്കാൻ വഴിയില്ലാത്ത വിധത്തിലായത്. ആ ക്ഷേത്രങ്ങളെ ഭക്തജനങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. അപ്പൊ ഇങ്ങനെ എല്ലാവരും മോശമാണ്, ഞങ്ങൾ കൊടുക്കുന്നതൊക്കെ ഇങ്ങനെ രാഷ്ട്രീയക്കാർ തട്ടിക്കൊണ്ടു പോകും, അപ്പൊ ഞങ്ങൾ എന്തിനാ കൊടുക്കണം എന്നൊരു തോന്നലിലേക്ക് ഭക്തരെത്തിയാൽ വീണ്ടും ക്ഷേത്രങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്കൊക്കെ ആർക്ക് വേണമെങ്കിലും ആഹ്വാനം ചെയ്യാൻ ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത്. അത് ആഹ്വാനം ചെയ്യുന്നതോടുകൂടി നടക്കാൻ പോകുന്നത് ക്ഷേത്രങ്ങളുടെ നാശമാണ്. അത് ഇവർ ആഗ്രഹിക്കുന്നതും അതാണ്. ക്ഷേത്രങ്ങളിലേക്ക് ഭക്തർ വരാത്ത, അഥവാ വന്നാലും ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ അർപ്പിക്കാത്ത, ക്ഷേത്ര നടത്തിപ്പിന് ആരും സഹകരിക്കാത്ത ഒരവസ്ഥ ഉണ്ടാക്കണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നു. അതിലൂടെ ക്ഷേത്രത്തെ നശിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് ജനങ്ങളുടെ മനസ്സ് പോകുന്നതിന്, ഭക്തജനങ്ങളുടെ മനസ്സ് പോകുന്നതിന് മുമ്പ് അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ഈ വിഷയത്തിൽ ഉണ്ടാകണം. അത് ഉണ്ടായേ മതിയാകുള്ളൂ. നമ്മൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഭരണകൂടങ്ങളെ തന്നെ കടപുഴക്കിയിട്ടുള്ള ജനകീയ പ്രക്ഷോഭങ്ങളെ പറ്റി കേട്ടിട്ടുണ്ട്. അതുപോലൊരു ജനകീയ പ്രക്ഷോഭത്തിലൂടെ സമയമായിരിക്കുന്നു. ഹൈന്ദവ സമൂഹം അതീവ ജാഗ്രതയോട് കൂടിയിട്ട് ജാതി ഭേദവും രാഷ്ട്രീയ ഭേദവും ഒക്കെ മറന്ന് ഒന്നിച്ചു നിന്നില്ല എങ്കിൽ നമുക്ക് ഈ ക്ഷേത്രങ്ങൾ മുതലുകൾ മാത്രമല്ല
ക്ഷേത്രങ്ങൾ പോലും സംരക്ഷിക്കാൻ കഴിയും. തീർച്ചയായും ശശികല ടീച്ചർ പറയുന്നതിനോട് യോജിക്കുന്നു. കാരണം തീർച്ചയായും ഇതിനപ്പുറം ഒരു ഗൂഢലക്ഷ്യം, തട്ടിപ്പിനപ്പുറം ഒരു ഗൂഢലക്ഷ്യം, ഹൈന്ദവ സംസ്കാരത്തെ, ക്ഷേത്രങ്ങളെ തകർക്കാനുള്ള ഒരു ഗൂഢലക്ഷ്യം ഇത്തരം കൊള്ളകൾക്ക് പിന്നിലുണ്ട് എന്ന സംശയമാണ് KP ശശികല ടീച്ചർ പങ്കുവെക്കുന്നത്.